ജനുവരി 14-നാണ് മകരവിളക്ക്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജനുവരി 8 മുതൽ ജനുവരി 15 വരെ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗുകളുടെ എണ്ണം ദിനംപ്രതി 5000 ആയി നിജപ്പെടുത്തി. തിരക്ക് നിയന്ത്രണവിധേയമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണിത്. ജനുവരി 12-ന് 60,000, ജനുവരി 13-ന് 50,000, ജനുവരി 14-ന് 40,000 പേർ എന്ന രീതിയിൽ വെർച്വൽ ക്യൂവിനും ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തെത്തുന്ന ഭക്തർ ദർശനത്തിനു ശേഷം അവിടെ തങ്ങുന്നതും അനുവദിക്കുന്നതല്ല. മകരവിളക്ക് ദർശനത്തിനെത്തുന്ന ഭക്തർ ജ്യോതി ദർശിക്കാനായി പൂങ്കാവനത്തിൽ പർണശാലകൾ കെട്ടി കാത്തിരിക്കാറുണ്ട്. ഇത് കണക്കിലെടുത്താണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗിലെ നിയന്ത്രണത്തോടൊപ്പം നിലയ്ക്കലിൽ പരിശോധന നടത്തിയ ശേഷമാകും ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടുക. ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായി തുടരുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം സുരക്ഷിതമായ ജ്യോതിർദർശനത്തിനായി വിവിധ ഇടങ്ങളിൽ ഭക്തർക്ക് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 12-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം ആയിരൂർ, പുതിയകാവ് ക്ഷേത്രം, ളാഹ എന്നിവിടം വഴി ജനുവരി 14-നു ശബരിമലയിലെത്തും. തിരുവാഭരണ ഘോഷയാത്രയുടെ സുരക്ഷിതമായ പ്രയാണത്തിനായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 39,02,610 ഭക്തർ ഈ ഉത്സവകാലത്ത് ശബരിമല സന്ദർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം എത്തിയത് 35,12,691 പേരാണ്.